ഒരു സംശയത്തിന്റെ പേരിലാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചത്. 2 വർഷമായി പ്രതീക്ഷയോടെ ടെസ്റ്റ് ചെയ്യും. പക്ഷേ നിരാശ ആയിരിക്കും ഫലം. ഇന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. പതിവ് പോലെ വീടിന് കുറച്ചപ്പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും പ്രഗ്നൻസി കിറ്റ് വാങ്ങി. എപ്പോഴും ഭർത്താവ് അരുണിനെയാണ് അയക്കാറ്. ഇക്കുറി അരുൺ ജോലി സംബന്ധമായ ഒരു യാത്രയിലായതുകൊണ്ട് തന്നെ ചന്ദന നേരിട്ട് പോയി വാങ്ങി. ടെസ്റ്റ് ചെയ്യും മുന്നേ എന്നും ചെയ്യാറുള്ളത് പോലെ അവൾ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ഒരു കുഞ്ഞിനായി കേണപേക്ഷിച്ചു. ഇക്കുറി അവളുടെ പ്രാർത്ഥന ഭഗവാൻ കൈവിട്ടില്ല. ടെസ്റ്റിൽ തെളിഞ്ഞ 2 വരകൾ കണ്ടതും അവൾ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. എത്ര നാളത്തെ കാത്തിരിപ്പാണ്! അവൾ വേഗം തന്നെ അരുണിനെ ഈ വാർത്ത അറിയിക്കാൻ ഫോണെടുത്ത് കോൾ ബട്ടൺ പ്രസ് ചെയ്തപ്പോഴാണ് ഫോണിൽ ഓഫർ കഴിഞ്ഞെന്ന സത്യം തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഫോണിൽ വിളിച്ചറിയിക്കുന്നതിലും നല്ലതല്ലേ നേരിട്ട് വരുമ്പോൾ പറയുന്നത്? അതാകുമ്പോൾ ഒരു സർപ്രൈസ് ആവുകയും ചെയ്യും. അരുണേട്ടൻ്റെ സന്തോഷം നേരിൽ കാണുകയും ചെയ്യാം. അവൾ മനസ്സിൽ തീരുമാനിച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും സന്തോഷം തോന്നുന്നത്. വീട്ടുകാരെ ധിക്കരിച്ച് എല്ലാം ഉപേക്ഷിച്ച് അരുണേട്ടൻ്റെ സ്വന്തമായപ്പോൾ പോലും ഇത്രയും സന്തോഷം തോന്നിയിരുന്നില്ല. കാരണം ഒരു ഭാഗത്ത് സന്തോഷം ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഓർത്തപ്പോൾ ഒക്കെയും മനസ്സിൽ വിങ്ങലായിരുന്നു. 2 വർഷമായിട്ടും അവർ ഇതേവരെ തന്നെയും അരുണേട്ടനെയും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇതറിഞ്ഞാൽ അമ്മ തന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കും. സന്തോഷം കൊണ്ട് വാരിപ്പുണരും, അതുറപ്പാണ്. അത് ഓർക്കുമ്പോഴേ അവളുടെ മിഴികൾ തുളുമ്പി. അരുണേട്ടൻ ക്രിസ്ത്യാനിയും താനൊരു ഹിന്ദുവുമാണെന്നുള്ള കാരണം കൊണ്ട് തന്നെ വീട്ടുകാർക്കും ആദ്യം ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ചുരുക്കം ചില സുഹൃത്തുക്കളെ മാത്രം അറിയിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്ത് ഈ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. അരുണേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇടയ്ക്കിടെ വന്നു പോകാറുണ്ടെങ്കിലും അവരോടൊപ്പം താമസിക്കാൻ ഒരിക്കൽ പോലും തങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ഇത്രയും നാൾ തനിക്ക് അരുണേട്ടനും താനുമായി ജീവിച്ചു. ഇനിയൊരു കുഞ്ഞു വരുന്നതോടെ സകല പിണക്കവും പരിഭവവും എല്ലാം മറന്ന് എല്ലാവരും ഒന്നാകും. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അന്നവൾ ക്ഷമയോടെയാണ് അരുണിൻ്റെ വരവിനായി കാത്തിരുന്നത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ആദ്യം തന്നെ ഭർത്താവിനോടെ പങ്കുവയ്ക്കൂ എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. രാത്രി കൃത്യം 9 മണിയോടുകൂടി അരുൺ വീടെത്തിച്ചേർന്നു. യാത്ര ചെയ്തു വന്നതിനാലാകാം അവൻ്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണം പോലെ തോന്നി അവൾക്ക്. എന്താ അരുണേട്ടാ, എന്താ വല്ലാതെ ഇരിക്കുന്നത്? സുഖമില്ലേ? അവൾ അവനെ കണ്ടപാടി ചോദിച്ചു. ഹേ, അസുഖമൊന്നുമില്ല. ഒരുപാട് സമയം യാത്ര ചെയ്തു വന്നതുകൊണ്ടുള്ള ക്ഷീണമാണ്. ഞാനൊന്ന് കുളിക്കട്ടെ. ബാഗും ഫോണും ബെഡിലേക്ക് വെച്ച് അവൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അരുൺ കുളിച്ച് വന്നിട്ടാകാം സന്തോഷവാർത്ത അറിയിക്കലെന്ന് കരുതി അവൾ ബാഗ് എടുത്ത് തുറന്നു. 2 ദിവസത്തെ മുഷിഞ്ഞ തുണികളെല്ലാം വലിച്ചു പുറത്തിട്ടു. അന്നേരമാണ് തുണികളുടെ കൂട്ടത്തിൽ കിടന്ന 2 പേപ്പർ കഷ്ണങ്ങൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തെങ്കിലും ഒഫീഷ്യൽ പേപ്പർ ആണോ എന്ന് കരുതി അവൾ വേഗം അതെടുത്തു നോക്കി. ആദ്യത്തെ പേപ്പർ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആണെന്ന് മനസ്സിലായി. അവൾ ആ പേപ്പറിൻ്റെ മുകളിലൂടെ കണ്ണോടിച്ചു. ഡോക്ടർ സ്മിത, ഗൈനക്കോളജിസ്റ്റ്, വൈറ്റില. അത് കണ്ടതും അവളുടെ നെഞ്ചിലൂടെ ഒരു തീക്കനൽ പാറി. അരുണേട്ടൻ്റെ ബാഗിൽ എങ്ങനെയാ ഗൈനക്കോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ് വന്നത്? അതും വൈറ്റിലയിലുള്ള ഡോക്ടറുടെ. എറണാകുളത്തേക്കാണ് ജോലി സംബന്ധമായി പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അവൾ വേഗം തന്നെ കയ്യിലിരുന്ന മറ്റേ പേപ്പർ കൂടി പരിശോധിച്ചു. എന്തൊക്കെയോ മരുന്നുകൾ വാങ്ങിയ ബില്ലാണ്. എന്നാലും ഇത് എന്തിനുള്ള മരുന്നായിരിക്കും? നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് ഓഫർ ഇല്ലെന്ന കാര്യം വീണ്ടും ഓർത്തത്. അന്നേരമാണ് അരുണിൻ്റെ ഫോൺ കട്ടിലിൽ കിടക്കുന്നത് കണ്ടത്. അവളതെടുത്ത് പാസ്വേഡ് അടിക്കുമ്പോഴൊക്കെ റോങ് പാസ്വേഡ് എന്ന് കാണിച്ചുകൊണ്ടിരുന്നു. അരുൺ തൻ്റെ പഴയ പാസ്വേഡ് മാറ്റിയിരിക്കുന്നു എന്ന സത്യം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. എന്നാലും അരുണേട്ടൻ ഇതെപ്പോൾ ചേഞ്ച് ചെയ്തു? അവൾക്ക് അതിശയം തോന്നി. പൊതുവെ ചന്ദന അരുണിൻ്റെ ഫോൺ ഉപയോഗിക്കുകയോ പരിശോധിക്കാറോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന് പോലും അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴും എന്തൊക്കെയോ താൻ അറിയാതെ സംഭവിക്കുന്നു എന്ന ചിന്ത അവളുടെ മനസ്സിലുണ്ടായി. അരുൺ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൾ വേഗം 2 പേപ്പറിൻ്റെയും ഫോട്ടോ തൻ്റെ ഫോണിലേക്ക് പകർത്തി. ശേഷം തുണികളെല്ലാം പഴയതുപോലെ ബാഗിലേക്ക് തന്നെ തിരിച്ചു വെച്ച് ഒന്നും അറിയാത്ത മട്ടിലിരുന്നു. എന്നാലും എന്തിനായിരിക്കും അരുണേട്ടൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിട്ടുണ്ടാവുക? ആ ചോദ്യം അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അവൻ കുളി കഴിഞ്ഞ് വന്നതും അവൾ ഭക്ഷണം വിളമ്പി. സന്തോഷത്തോടെ അരുണിനോട് പറയാനായി കാത്തുവച്ചിരുന്ന വാർത്ത അവൾ ഉള്ളിൽ തന്നെ ഒതുക്കി. എത്ര വേഗമാണ് അതീവ സന്തോഷത്തിൽ നിന്ന് നിരാശയിലേക്ക് മനം ചേക്കേറിയത്. കഴിച്ചതും അരുൺ മുറിയിലേക്ക് പോയി. അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന ജോലി കൂടി ചെയ്തിട്ടാണ് അവൾ കിടന്നത്. അന്നേരവും അരുൺ ഫോണിൽ തന്നെയായിരുന്നു. അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഇന്ന് എത്ര സന്തോഷത്തോടെ ഇരിക്കേണ്ടതായിരുന്നു താൻ. അവൾ അറിയാതെ അവളുടെ കണ്ണുനീർ തുളുമ്പിക്കൊണ്ടിരുന്നു.
പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാനായി ധൃതിയിൽ കുളിക്കാനായി അരുൺ ബാത്റൂമിൽ കയറിയപ്പോഴാണ് അവൾ അവൻ്റെ ബാഗ് വീണ്ടും പരിശോധിച്ചത്. ബാഗ് മൊത്തം ചികഞ്ഞു നോക്കിയെങ്കിലും ഇന്നലെ കണ്ട പേപ്പറുകൾ കണ്ടെത്താനായില്ല. അരുൺ അത് ബോധപൂർവ്വം മാറ്റിയിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. തന്നോട് മറച്ചു വയ്ക്കും വിധത്തിൽ അരുണേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അരുണിൻ്റെയും മുഖത്ത് പതിവ് പോലെയുള്ള സന്തോഷം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ടെൻഷൻ ആ മുഖത്ത് മിന്നി മാറുന്നത് അവൾ ശ്രദ്ധിച്ചു. അരുൺ ഓഫീസിലേക്ക് പോയതും എന്ത് ചെയ്യണമെന്നറിയാതെ അവളിരുന്നു. അരുണേട്ടൻ എന്താണ് തന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നത് എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക? ആരോടാണ് ഒരു സഹായം ചോദിക്കുക? അവൾ ആശയക്കുഴപ്പത്തിലായി. പെട്ടെന്ന് എന്തോ തീരുമാനത്തിലെത്തിയ പോലെ അവൾ മെഡിക്കൽ ഷോപ്പിലേക്ക് നടന്നു. ഇന്നലെ പകർത്തിവെച്ച ഫോട്ടോ അവിടുത്തെ ജീവനക്കാരിൽ ഒരാളെ കാണിച്ചു. ഈ മെഡിസിൻ എന്തിനുള്ളതാണെന്ന് പറയാമോ? ആ സ്ത്രീ അത് കയ്യിൽ വാങ്ങി തൻ്റെ കണ്ണട വെച്ച് സൂക്ഷ്മമായി അത് വീക്ഷിച്ച് എന്തിനുള്ളതാണെന്ന് ഉറപ്പുവരുത്തി ഫോൺ അവളുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു. ഇത് അബോർഷനുള്ള മെഡിസിനാണ്. അവരത് പറഞ്ഞതും അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അബോർഷനോ? താൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അരുണേട്ടൻ അറിയില്ലല്ലോ. ഇനി അഥവാ അറിഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ അരുണേട്ടൻ ശ്രമിക്കുമോ? എത്ര നാളായി രണ്ടാളുടെയും കാത്തിരിപ്പാണ്. തന്നെക്കാൾ ഏറെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചത് അരുണേട്ടനാണ്. അപ്പോൾ പിന്നെ ഈ മെഡിസിൻസ് എന്തിനാണ്? ഉത്തരം കിട്ടാത്ത കുറേയേറെ ചോദ്യങ്ങളും പേറി തളരുന്ന ശരീരത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു. ഇനി എന്താണ് ചെയ്യുക? എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അരുൺ അറിയാതെ അരുണിൻ്റെ പാസ്വേഡ് കണ്ടെത്തുക എന്നതായിരുന്നു അവളുടെ ശ്രമം. പാസ്വേഡ് നേരിട്ട് അരുണിനോട് ചോദിച്ചാൽ ഫോണിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും താൻ അറിയാതെ അത് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിലെ ആകുലതകളും സംശയങ്ങളും ഒന്നും അവൾ അരുണിൻ്റെ മുന്നിൽ പ്രകടമാക്കിയതേയില്ല. അങ്ങനെ കുറേയേറെ പ്രയാസപ്പെട്ടാണെങ്കിലും അരുൺ അറിയാതെ അവൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അവൾ കൈക്കലാക്കി. അന്നൊരു വൈകുന്നേരം കയ്യിൽ കരുതിയിരുന്ന ഉറക്ക ഗുളിക അവൻ പോലും അറിയാതെ അവൾ ഭക്ഷണത്തിൽ ചേർത്ത് നൽകി. അതല്ലാതെ അവൻ്റെ ഫോൺ കൈവശം വന്നു ചേരാൻ അവളുടെ പക്കൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച് മുറിയിൽ ചെന്ന് കിടന്നതും അരുൺ മയങ്ങിപ്പോയിരുന്നു. ഫോൺ അപ്പോഴും കയ്യിൽ തന്നെ ഭദ്രമായിരുന്നു. അരുണേട്ട എന്നവൾ 2 വട്ടം കുലുക്കി വിളിച്ച് ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തിയാണ് അവൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തത്. ഫോണിൻ്റെ ലോക്ക് മാറ്റിയതും ഓപ്പണായത് ഒരു ചാറ്റാണ്. മൈ ഗേൾ എന്ന് സേവ് ചെയ്ത ആ ചാറ്റ് കണ്ടതും അവൾ ഒരു നിമിഷം പകച്ചുപോയി. വിറയ്ക്കുന്ന കൈകളോട് തന്നെ അവൾ ആ സ്ക്രീൻ താഴേക്ക് സ്ക്രോൾ ചെയ്തു. എന്നെ ഇനിയും ശല്യം ചെയ്യരുത്. നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ തന്നില്ലേ? ഇനി എന്നെ വെറുതെ വിടണം. അരുണേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്ത് തന്നെന്നാ? പ്രണയം നടിച്ച് എൻ്റെ ശരീരം അനുഭവിച്ച് എന്നെ ഗർഭിണിയാക്കി ഒരു ദയയുമില്ലാതെ ആ കുഞ്ഞിനെയും അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് നീ തന്ന നക്കാപ്പിച്ച വാങ്ങി ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? സകല തെളിവുകളും അടക്കം നിന്നെ ഞാൻ കൊടുക്കണ്ട എങ്കിൽ ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ നീ എനിക്ക് പണം നൽകണം. അല്ലെങ്കിൽ പാലക്കാട്ടുകാരൻ്റെ എറണാകുളത്തെ അവിഹിത കഥ നിന്റെ ഭാര്യ അടക്കം എല്ലാവരും അറിയും. കുറേ നാളായില്ലേ ആ പാവം പെണ്ണിനെ പറ്റിച്ച് നീ എൻ്റെ ശരീരം തേടി വരാൻ തുടങ്ങിയിട്ട്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഓർത്തോ. എൻ്റെ ഭർത്താവിന് ഇതൊന്നും പുത്തരിയല്ല. ആ മെസ്സേജ് കണ്ടതും അവളുടെ ദേഹമാകെ തളർന്ന് കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അവൾ മുകളിലുള്ള മെസ്സേജുകൾ കൂടി നോക്കി. 1.5 മാസം മുന്നേ ഭർത്താവ് വീട്ടിലില്ലാത്തതുകൊണ്ട് എറണാകുളത്തെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞുള്ള അവളുടെ മെസ്സേജും ഒരാഴ്ച മുന്നേ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞുള്ള ആ സ്ത്രീയുടെ മെസ്സേജും അബോർട്ട് ചെയ്യാനുള്ള അരുണേട്ടൻ്റെ പ്ലാനുകളും കണ്ടതോടെ അവൾ ആകെ തകർന്നുപോയി. അപ്പോൾ വെറും ഒരു പെണ്ണിൻ്റെ കൂടെ കിടന്ന് അവൾക്ക് ഗർഭം സമ്മാനിച്ചാണ് ഇയാൾ തൻ്റെയും ശരീരത്തെ പ്രാപിച്ചത്. ആ പാപത്തിൽ നിന്നുമാണ് താൻ ഗർഭിണിയായത്. അവൾക്ക് അവനോട് വല്ലാത്ത വെറുപ്പും അറപ്പും തോന്നി. കുറച്ചുകൂടി മുൻപത്തെ മെസ്സേജുകൾ നോക്കിയതും അവളുടെ തൊലി ഉരിഞ്ഞുപോയി. ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച. തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ വാഴ്ത്തിപ്പാടുന്നു. പരസ്പരം നഗ്നചിത്രങ്ങൾ കൈമാറിയിരിക്കുന്നു. അവൾ സർവ്വനിയന്ത്രണവും നഷ്ടപ്പെട്ട് ഫോൺ തറയിലേക്ക് എറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ അലറിക്കരഞ്ഞു. ഇനി എന്താണ് ചെയ്യുക? താൻ തിരഞ്ഞെടുക്കുന്ന ജീവിതം കൈവിട്ടു പോയെന്ന് ആരോടാണ് പറയുക? സ്വന്തം വീട്ടുകാർ പോലും കൂടെ നിൽക്കില്ല. അന്നാ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ അവൾ കരഞ്ഞു തീർത്തു, അവൻ പോലും അറിയാതെ. പിറ്റേന്ന് ഗുളികയുടെ ക്ഷീണം കാരണം വൈകിയാണ് അരുൺ എണീറ്റത്. എഴുന്നേറ്റ ശേഷം വീട് മുഴുവൻ ചന്ദനയെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവളെ കണ്ടില്ല. നിലത്ത് വീണ് ചിതറിക്കിടക്കുന്ന തൻ്റെ ഫോൺ കണ്ടതും അവന് കാര്യങ്ങൾ ചെറുതായി മനസ്സിലായി തുടങ്ങി. ദൈവമേ, എല്ലാം അവൾ മനസ്സിലാക്കിയോ? അവൻ അറിയാതെ ദൈവത്തെ വിളിച്ചുപോയി. അന്നേരമാണ് മുറിയിലെ ടേബിളിൽ അവൾ അവനായി എഴുതിവെച്ച ഒരെഴുത്ത് കണ്ടത്. ഞാൻ പോകുന്നു. എന്നെ വഞ്ചിച്ച നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ
എനിക്കിനിയാവില്ല. എല്ലാം നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കുറ്റവാളിയെപ്പോലെ എൻ്റെ മുന്നിൽ ഉത്തരങ്ങൾക്ക് വേണ്ടി പരതുന്ന നിങ്ങളുടെ മുഖം കാണാൻ എനിക്കാകില്ല. എൻ്റെ ചോദ്യത്തിനു മുൻപിൽ ഇനി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അതിനുള്ള വ്യക്തമായ ഉത്തരവും എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ആ ഉത്തരങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെന്നോട് പറയാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ ലോകത്ത് ഒരാളും സ്നേഹിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ആ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർത്തെറിഞ്ഞത്. മരിക്കണമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഞാൻ മരിക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ജീവനും കൂടി ഇല്ലാതെയാകും. അതെ, നിങ്ങളുടെ കുഞ്ഞെൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. ഞാനതിനെ വളർത്തും, കൂലിവേല ചെയ്താണെങ്കിലും. ജന്മം നൽകിയ കുഞ്ഞിനെ കൊന്നുകളയാൻ മാത്രം നിങ്ങളെപ്പോലെ പാപിയല്ല ഞാൻ. എൻ്റെ കുഞ്ഞ് മിടുക്കനായി തന്നെ വളരും. പക്ഷേ ഒരു നോക്ക് പോലും ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. സ്വന്തം കുഞ്ഞിൻ്റെ മുഖം ഒരു നോക്ക് പോലും കാണാൻ കഴിയാത്ത അച്ഛനായി നീറി നീറി നിങ്ങളീ ഭൂമിയിൽ ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു നല്ലവൻ്റെ രൂപം നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങൾ ചെയ്ത ക്രൂരത പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഞാൻ ആ കുഞ്ഞിനെ വളർത്തും. കുഞ്ഞുനാൾ മുതലേ അച്ഛനെന്നത് അവൻ്റെ മനസ്സിലൊരു വെറുക്കപ്പെട്ട മുഖം മാത്രമായിരിക്കും. ഇതുതന്നെയാണ് നിങ്ങൾക്ക് ഈ ജന്മം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയും. അത് വായിച്ചു തീർത്തതും അവൻ തല തല്ലി കരഞ്ഞു. ചെയ്തതൊക്കെയും എത്ര വലിയ തെറ്റാണെന്ന പശ്ചാത്താപത്തിൽ നീറി അവൻ അവളെ ഓർത്ത് ഉറക്കെ നിലവിളിച്ചു. അപ്പോഴേക്കും അവൾ തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നു, ഉറച്ച മനസ്സോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.